ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ചാപ്പൽ ബ്രിഡ്ജിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചിത്രീകരിക്കുന്ന ഒരു വിനോദസഞ്ചാര സ്ഥലമാണ് ചാപ്പൽ ബ്രിഡ്ജ്. ലൂസേൺ നഗരത്തിൽ റൂസ് നദിയുടെ മുകളിലായിട്ടാണ് ഈ ചാപ്പൽ ബ്രിഡ്ജ്. ദാ അങ്ങകലെ കാണുന്നുണ്ട്, നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ടൗണിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ വഴി ക്രോസ് ചെയ്ത് ഈ സ്ഥലത്തേക്ക് നടന്നു വന്നു. ഇതിൻ്റെ പുറകിലായിട്ട് ക്ലോക്ക് ടവറുണ്ട്. പാലത്തിനടുത്തായി സെൻറ്റ് പീറ്റേഴ്സ് ചാപ്പൽ ഉണ്ടായിരുന്നു. അതിനാലാണ് ഇതിന് ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണിത്. അതുല്യമായ ഒരു ശൈലി ഇവിടെയുണ്ട്. ചുറ്റും നിറയെ ചെടികളാണ്, അതും പൂക്കളും നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ധാരാളം ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന ഈ നദിയോരത്ത് തണുത്ത കാറ്റേറ്റിങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കാതിരിക്കും? ഇത് 1333 പണി കഴിപ്പിച്ചതാണ്. 200 മീറ്റർ നീളമുണ്ട്. പഴയകാലത്ത് നഗരത്തിൻ്റെ പ്രതിരോധത്തിനും മഠത്തിലേക്കുള്ള പാതയ്ക്കും ഇത് ഉപയോഗിച്ചിരുന്നു. പാലത്തിനകത്ത് ചെറു ത്രികോണാകൃതിയിലുള്ള പെയിൻറ്റിങ്ങുകളുണ്ട്. ഇവ 17-ാം നൂറ്റാണ്ടിലെ ചിത്രങ്ങളാണ്. ലൂസൈൻ നഗരത്തിൻ്റെ ചരിത്രം ഇതിൽ പറയുന്നുണ്ട്. ബൈബിളിലെ കഥകളും ലൂസേൺ നഗരത്തിൻ്റെ മതപരമായ സംഭവങ്ങളുമൊക്കെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അതിനാൽ ഈ പാലം ഒരു ചരിത്ര സ്മാരകവും മതസ്മാരകവുമായി ഇതിനെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. 1993 ഒരു വലിയ തീപിടുത്തത്തിൽ പാലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പിന്നീട് അത് പഴയതുപോലെ പുനർനിർമ്മിച്ചു. പാലത്തിൻ്റെ നടുവിലായി കാണുന്ന 43 മീറ്റർ ഉയരമുള്ള ഒരു ഗോപുരമുണ്ട്. ഇത് പഴയ കാലത്ത് ജയിലായും കാവൽ മുറിയായും രേഖകളൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലമായും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്നൊരു പ്രധാന ടൂറിസ്റ്റ് സെൻ്ററായി തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ അക്കോഡിയം വായിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ അത് കേൾക്കാൻ നിൽപ്പുണ്ട്. ചിലർ അതിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോക്സിലേക്ക് പണം ഇടുന്നുണ്ട്. സ്വയം നന്നായി എൻജോയ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വായിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ പുറകിലായിട്ട് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് കിളികൾ മണ്ണിൽ കളിക്കുന്നു. അതോ കുളിക്കുകയാണോ? നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ കരിയില പഠിച്ചെന്ന് പറയുന്ന പക്ഷികളാണെന്ന് തോന്നുന്നു. ചുറ്റുപാടും ആൾക്കാർ നടക്കുന്നതൊന്നും അവർക്ക് പ്രശ്നമില്ല. എൻജോയ് ചെയ്ത് അവരും കുളിക്കുന്നു. രാത്രിയിൽ പ്രകാശം തെളിയുമ്പോൾ പാലവും ടവറും എല്ലാം പ്രതിബിംബിച്ച് ലേക്ക് ലൂസൈൻ്റെ ദൃശ്യം അതുല്യമാണെന്ന് യാത്രക്കാരിവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്താറുണ്ടെന്നും ആൾക്കാർ പറഞ്ഞു. നമ്മൾ ഈ പാലത്തിലൂടെ വഴി നടക്കുമ്പോൾ പഴയകാല യാത്രക്കാരായതുപോലെ ഒരനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ചുറ്റുപാടിലും ഓരോ കൾച്ചറൽ ലെയറും കാണാവുന്നതാണ്. ഇവിടെയുള്ള കാഴ്ചകളും ചരിത്രവുമാണ് ലൂസൈനിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്ന്. കാഴ്ചകൾ തുടരുന്നു. ശാന്തവും സുന്ദരവും ക്ലീനുമായിട്ടുള്ള ഈ പട്ടണത്തിലൂടെ ഞങ്ങൾ കറങ്ങി ഒന്ന് നടന്നു. സ്വിസ് വാച്ചുകൾക്കും സ്വിസ് ചോക്ലേറ്റുകൾക്കും ഡയറി പ്രോഡക്റ്റുകളും സ്വിസ്സിലെ വളരെ ഫേമസ് ആണല്ലോ. അതുപോലെ തന്നെ വിലയും വളരെ കൂടുതലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളും വാങ്ങി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.